എല്ലാം എനിക്ക് നമ്മുടെ സപ്ലിമെന്റിലൂടെ മാറി. ടൈം എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മിറാക്കിൾ മോർണിംഗ് പോലുള്ള പ്രോഗ്രാമുകളിൽ നിന്ന് നമ്മൾ പഠിച്ചു. നമ്മളെങ്ങനെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവണം എന്നുള്ളത് നമ്മുടെ ലീഡേഴ്സിനെ കണ്ടുപഠിച്ചു. എന്തും നല്ലത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾക്ക് ഇവിടെയുള്ളത്. 19 വർഷത്തെ എക്സ്പീരിയൻസ്, വർക്കിംഗ് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. പക്ഷെ ആ എംപ്ലോയ്മെന്റിൽ കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഇവിടെ വന്ന് ബിസിനസ് ചെയ്താൽ എനിക്കൊന്നും ആകാൻ കഴിയില്ല. ഞാനൊരു മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. എന്റെ അവിടുത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കിവിടെ ആവശ്യമില്ല. അതൊന്നും ഇവിടെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ മാറി ചിന്തിക്കണം. എന്താണോ നമ്മുടെ ബിസിനസ്സിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അത് ഞാൻ പഠിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത് തന്നെ. എന്റെ ഫസ്റ്റ് ടൈം ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഇത്. ഇതിനു മുമ്പ് വേറൊരു നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഒന്നുമായിട്ടോ ഞാൻ കണക്ട് ചെയ്തൊരു വ്യക്തിയല്ല. പഠിച്ചിറങ്ങി വീട്ടിൽ പോകേണ്ടി വന്നില്ല. പെട്ടിയും കിടക്കി എടുത്ത് ജോലി സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. അത്രയും പോലും വീട്ടിൽ നിൽക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം മറ്റുള്ള ആൾക്കാരോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ചിന്ത വേറൊന്നായിരുന്നു. നമ്മൾ ജോലിയുണ്ട്, അത്യാവശ്യം ശമ്പളമുണ്ട്, നമ്മൾ എന്തോ വലിയൊരു ആൾക്കാരായിരുന്നു എന്നുള്ള ചിന്ത. ആ ചിന്ത മാറി നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാൻ എന്നെ കിട്ടിയ ഒരു സന്ദർഭമായിരുന്നു മിറാക്കിൾ മോർണിംഗ് എന്നൊരു പ്രോഗ്രാം. അതിൽ എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ലീഡേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ബാലസാറിന്, എന്റെ അപ്ലൈനായ ബാലസാറിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ ലീഡേഴ്സിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. മിറാക്കിൾ മോർണിംഗ് ഇതുപോലെയുള്ള പ്രോഗ്രാം എനിക്ക് അന്നേരം ടൈം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് ആ സമയത്ത് 8 മണിക്കൂറാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അതിനുശേഷം 8 മണിക്കൂർ ആക്കി ഇപ്പോഴാണ് 7 മണിക്കൂറിലേക്ക് എത്തിയത് ഡ്യൂട്ടി. അപ്പൊ ഈ സമയത്ത് ഞാനൊരു സിംഗിൾ പേരന്റ് ആണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. അവരുടെ കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. എന്റെ പേരൻസ് ഉണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം. ഒരു വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കിക്കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ബിസിനസ് ചെയ്തത്. ഇതിലുള്ള പല വീട്ടമ്മമാരും പറയുന്ന ഒരു എക്സ്ക്യൂസസ് ആണ് നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ടൈം ഇല്ലാത്ത സമയത്ത് ഞാൻ ഓൺലൈൻ പ്രോഗ്രാമുകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. അതുപോലെ വീക്കിലി കിട്ടുന്ന ഓഫുകൾ ഞാൻ പ്രയോജനപ്പെടുത്തി ഓഫ്ലൈൻ പ്രോഗ്രാമുകൾ, സിഒ പോലെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗോക്രൗൺ വരുന്നു എന്നറിഞ്ഞത്. എന്താണ് ഗോക്രൗൺ ഒന്നും അറിയില്ല. അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. 3 ദിവസത്തെ ലീവ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് 3 ദിവസം ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഫിനാൻസ്, പൈസ, അതിന് വേണ്ടുന്ന പണം ഒരു 10,000 റുപ്പീസോളം അന്ന് വേണം. അതും നമ്മൾക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ബിസിനസ്സിൽ എത്തിപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എങ്കിലും എന്റെ മനസ്സിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി തരാൻ എന്റെ ലീഡേഴ്സിന് സാധിച്ചു. ഗോക്രൗൺ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പല SP ബറേൽ സാറിനെ ആദ്യമായിട്ട് കാണാൻ അവിടെ നിന്ന് സാധിച്ചു. ഗൗതം ബാരി സാറിനെ കണ്ടു. ഇതൊക്കെ ഇവരെയൊക്കെ ഇങ്ങനെയുള്ള മഹത് വ്യക്തികളെ കണ്ടു. അതുപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരിൽ സാധാരണക്കാരായ പല വ്യക്തികളും വിജയിച്ച ഒരു മേഖലയാണിതെന്ന് നേരിട്ടറിയാൻ സാധിച്ചു. ഞാൻ എപ്പോഴും എന്റെ കൂടെയുള്ള ആൾക്കാരോടും ഈ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരോടും പറയാനുള്ള ഒരു കാര്യം, നമ്മള് ഒരു ചെമ്പാണ് ശരിക്കും പറഞ്ഞാൽ. ആ ചെമ്പിനെ ഉലയിൽ വെച്ച് പഴിപ്പിച്ച് ഒരു സ്വർണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഈ ഗോക്രൗൺ. ഉറപ്പായിട്ടും എന്ത് വില കൊടുത്തും നിങ്ങൾ ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഗോക്രൗണിന് പോകുമ്പോൾ ഞാൻ സ്റ്റാർ ആയിരുന്നു. ഇന്ന് ഞാൻ ക്രൗൺ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എന്നെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് ഒരു വാക്ക് സംസാരിക്കാൻ അറിയാത്ത എനിക്ക് അത്യാവശ്യം നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെയും അന്ന് കിട്ടിയ ട്രെയിനിങ് ആണ്. എന്റെ മനസ്സിലൊരു തത്തയുണ്ട്, അത് ഓരോരുത്തരുടെ മനസ്സിലുമുണ്ട്. അത് അന്ന് ഗോക്രൗണിന് പോയപ്പോഴാണ് ആ തത്തയെ നമ്മൾക്ക് മനസ്സിലായത്. അതിനെ ഒരിക്കലും കൊല്ലാനോ ഓടിച്ചു വിടാനോ പറ്റില്ല. പക്ഷേ നമ്മൾ മനസ്സംയമനം പാലിച്ച് അതിനെ അടക്കി നിർത്താൻ നമുക്ക് സാധിക്കും. ഞാൻ എപ്പോഴും എനിക്കൊരു മനസ്സ് ഡൗൺ ആവുന്ന സമയത്ത് ഉടനെ വിളിക്കുന്നത് എന്റെ കൂടെയുള്ള ആൾക്കാരെയല്ല ഞാൻ വിളിക്കുക. കാരണം എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആളോട് വേണം ഞാൻ എന്ത് ചെയ്യണം സാറേ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ചോദിക്കാൻ. ഞാൻ വിളിക്കുക അന്നേരം ബാലസാറിനെ ആയിരിക്കും വിളിക്കുക, അല്ലെങ്കിൽ ഭാസ്കർ സാറിനെ ആയിരിക്കും വിളിക്കുക. ഫുൾ ഡിപ്രഷൻ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വിളിക്കുക ജ്യോതിഷ് സാറിനെ ആയിരിക്കും വിളിക്കുക. അവരൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാർ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. വിജയിച്ച ആൾക്കാരുടെ മന്ത്രം മാത്രമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരുപാട് കത്തുകൾ ചുറ്റും ഇരുന്ന് പറയും, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു, അത്യാവശ്യം ശമ്പളമുണ്ട്, നീ എന്തിനാണ് ഈ സോപ്പും പേസ്റ്റും വിൽക്കുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്തിനാണ് ഇതിന്റെ ആവശ്യം, നിനക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ തത്തയൊക്കെ നമ്മള് അവിടെ അടങ്ങിയിരിക്കാൻ പറയണം. അതിന് പ്രാപ്തരാവണമെങ്കിൽ, ഓരോരുത്തരും അതിന് ക്യാപ്പബിൾ ആവണമെങ്കിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ടൈം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ തീർന്നു. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. CP എന്നും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഫുൾ ഇൻവോൾവഡ് ആയിട്ട് തന്നെയാണ് ഞാൻ അറ്റൻഡ് ചെയ്യാറ്. മിറാക്കിൾ മോർണിംഗ് വെങ്കടേശ്വരൻ അറിയാം. മിറാക്കിൾ മോർണിംഗ് ഉള്ള പ്രോഗ്രാമും ഞാൻ വീട്ടിലെ ഓരോ ജോലികളും ചെയ്തുകൊണ്ടാണ് ഞാൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് 4 മണിക്കൂർ അപ്പ് ആൻഡ് ഡൗൺ എനിക്ക് യാത്ര ചെയ്ത് വേണം എനിക്ക് ജോലി സ്ഥലത്തെത്താൻ. അതിനിടയിലും ഞാൻ മിറാക്കിൾ മോർണിംഗ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിന്ന് ക്രൗൺ ആകാനും ഒരു നല്ലൊരു വരുമാനം നേടാനും മറ്റുള്ളവർക്ക്
സ്ത്രീകളെ ശാക്തീകരിക്കാനും അവർക്കൊരു വഴികാട്ടിയാവാനും എന്തെങ്കിലും ഒരു വാക്കുകൾ അവരുടെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ടെങ്കിൽ അതുപോലെ സംസാരിക്കാനും കുറച്ചെന്തെങ്കിലും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടുണ്ടെങ്കിൽ ഈ ഇതുപോലെയുള്ള ഒരു വണ്ടർഫുൾ ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്റെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്ത് സിസ്റ്റം പറയുന്നത് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അവസരം നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുന്നുള്ളൂ. വെസ്റ്റിജിന് വേണ്ടി നിങ്ങൾ 1 മണിക്കൂർ പോലും മാറ്റിവെക്കാത്ത പല വ്യക്തികളുമാണ് നിങ്ങളോട് നെഗറ്റീവ് പറഞ്ഞു തരുന്നത്. അതായത് 30-31 ദിവസം ഉണ്ടെങ്കിൽ ഒരു മാസം, അതിൽ 1 മണിക്കൂർ പോലും അവർ വെസ്റ്റിജിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവില്ല. അവർ ഒരു ഐഡിയ അടിച്ചത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവര് 10-ാം തീയതി വലിയ പേ ചെക്ക് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമോ? ഇല്ല. അപ്പോ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയാസ് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം. എല്ലാ കാര്യങ്ങളും ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതിന് ടൈം കിട്ടുന്നുണ്ടാവും. അപ്പോ രാവിലെ ഡ്യൂട്ടി വരെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാനിപ്പോ ഈ ക്രൗണിൽ എത്തിയത്, സത്യം പറഞ്ഞു കഴിഞ്ഞാല്. കാരണം 10 to 5 ഉള്ള ഡ്യൂട്ടി ഞാൻ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് 9 to 4 ആക്കി. രാവിലെ മോളെ സ്കൂളിൽ വിട്ടതിന് ശേഷം 8 to 9 1 മണിക്കൂർ വർക്ക് ചെയ്ത് വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ വർക്ക് ചെയ്ത് അങ്ങനെ സമയം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഞാൻ ക്രൗൺ ആയത്. അതിന് എനിക്ക് എന്റെ ലീഡേഴ്സിന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം ഈ സമയം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് നിങ്ങളത് മനസ്സിലാക്കണം. നമ്മള് കഴിഞ്ഞ ദിവസത്തെ ഒരു സെഷനിൽ സുധീഷ് സാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നലെയും കൂടി ഞങ്ങളൊന്ന് ചർച്ച ചെയ്തിരുന്നു. കാരണം നമ്മൾ ലക്ഷ്യങ്ങളെ കൊടുത്ത് നമ്മുടെ മക്കൾക്ക് ഉറപ്പായിട്ടും വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസം മുടക്കി വിദ്യാഭ്യാസം കൊടുത്ത് നമ്മൾ അവരെ 10,000 20,000 അല്ലെങ്കിൽ 50,000 താഴെ ഒരു ശമ്പളത്തിനാണ് നമ്മൾ അവരെ ഈ ലക്ഷ്യങ്ങൾ മുടക്കി പഠിപ്പിക്കുന്നത്. ആ സമയത്ത് 10,000 നമ്മൾ ഇവിടെ മുടക്കിയാൽ നമ്മൾക്ക് കോടിപതികളാകാം, അല്ലെ? അതുപോലെ നമ്മുടെ മനസ്സിലുള്ള കത്തെ നമുക്കൊന്ന് അടക്കി നിർത്താം. വിജയിച്ചവർ പറയുന്ന മന്ത്രം സ്വീകരിക്കുക. ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ, വീക്ക്ലി സിഒകൾ, മിറാക്കിൾ മോർണിംഗ്, CEP, ഇതുപോലെയുള്ള ഗോ ക്രൗൺ പ്രോഗ്രാമുകൾ എല്ലാം നമുക്ക് ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ നമുക്ക് കാണാം. ഞങ്ങൾ 7 ലേഡീസ് ആണ് ഇവിടെ FRU അറ്റൻഡ് ചെയ്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഗോ ക്രൗണിന് വഴിക്കൂടെ പോയ ഒരാളെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ സുഹൃത്തിനെ പിടിച്ചുകൊണ്ട് പോയി. കാരണം ബ്രോൺസ് ആൻഡ് എബോവ് ആയിരുന്നു പ്രോഗ്രാം. പക്ഷെ ഞാൻ സാറിനെ വിളിച്ചു പറഞ്ഞു, സാറേ എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ചേർക്കണമെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പെർമിഷനോട് കൂടി പോയി. പക്ഷെ ഇന്ന് അവര് സിൽവർ ആണ് ഈ ഇതില്. കാരണം അന്ന് ജോയിൻ ചെയ്തിട്ട് പോലും ഉണ്ടാകാത്ത വ്യക്തി ഇന്ന് അവര് സിൽവർ ആയിട്ടുണ്ട്. അപ്പം അത്രയും ഒന്നും അറിയാതെ പോയ ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലിരിക്കുന്നവർ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കുറച്ചുകൂടി നമ്മൾക്ക് ഇതിൽ ഫോക്കസ് ചെയ്താൽ നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ വിചാരിച്ച ജീവിതത്തിലെത്താനും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇതുപോലെയുള്ള പ്രോഗ്രാമിൽ കൂടി മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. ക്ഷമ അല്ലെങ്കിൽ സ്നേഹം, കുടുംബത്തെ ശരിക്കും മനസ്സിലാക്കുക, കുട്ടികളെ സ്നേഹിക്കുക, വഴക്ക് പറയാതിരിക്കുക. രാക്ഷസി എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മക്കൾക്കൊക്കെ ഒരുപാട് മാറ്റം ഇപ്പൊ വന്നിട്ടുണ്ട്. എന്നെ ഇപ്പൊ അങ്ങനെ വിളിക്കാറില്ല, എന്റെ മക്കള് വിളിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോഗ്രാമുകളിൽ കൂടെ വന്ന ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്. അപ്പം ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ചെലവാക്കുന്ന 10,000 രൂപ ഭാവിയിലെ നിങ്ങളുടെ കോടിപതികളാക്കും നിങ്ങളെ. അത് തീർച്ചയാണ്. അതിന് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും എന്ത് തന്നെ വില കൊടുത്തായാലും ഈ ഗോ ക്രൗൺ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഇന്ന് തന്നെ എല്ലാവരും സീറ്റ് ബുക്ക് ചെയ്യുക. നമ്മുടെ ഇന്ന് ചെലവാക്കുന്ന 10,000 നാളത്തെ നമ്മളെ കോടിപതിയാക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സമയം പോയി. വെങ്കടേഷ് സർ, താങ്ക് യു സർ. താങ്ക് യു. എന്തായാലും സമയം കുറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സംസാരിക്കാനുണ്ടെന്ന്